സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അധീന തുടരുന്നു. അവതരണം സിന്ധു അശോക്. എങ്കിൽ ശരി, നിങ്ങൾ 3 പേരും രാവിലെ റെഡിയായിക്കോ. ഞാൻ ആ വിശ്വനോട് പറഞ്ഞേക്കാം ഓട്ടോ കൊണ്ടുവരാൻ. നാളെ മുതൽ ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം അച്ഛാ, അധീന കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ബസ്സിൽ കയറി പോകാനോ, ഇവരെയും കൊണ്ടോ? രമണൻ അന്താളിച്ചു. അത് വേണ്ട മോളെ. അച്ഛാ, ഓട്ടോ ചാർജിന് മാസം തോറും 2500 രൂപ കൊടുക്കേണ്ടി വരത്തില്ലേ? പിന്നെ കൊടുക്കാതെ ആ പണം കൂടി ബ്ലേഡ് പുന്നൂസിന് കൊടുത്താൽ അത്രയും കൂടി കടം വീടില്ലേ അച്ഛാ? രമണൻ മകളെ ശ്രദ്ധയോടെ നോക്കി. അമ്മ മരിച്ചു കിടന്നപ്പോൾ അയാൾ ഇവിടെ വന്ന് ബഹളമുണ്ടാക്കിയില്ലേ? നമ്മളെ നാണം കെടുത്തിയില്ലേ? അധീന ചോദിച്ചു. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കേണ്ട. ആരെയും പൊന്നുകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ച് ബസ്സിൽ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തോളാം. അയാൾ ദുഷ്ടനാ അച്ഛാ. എത്രയും പെട്ടെന്ന് കടം വീട്ടി നമുക്ക് രക്ഷപ്പെടാം അച്ഛാ. ശ്രദ്ധിച്ച് ചെലവാക്കി കുറച്ച് പണം നമുക്ക് മിച്ചം പിടിക്കാം അച്ഛാ. രമണൻ തൻ്റെ മകളെ ആദ്യമായി കാണുന്നത് പോലെ നോക്കി. വളരെ പെട്ടെന്ന് വീടിൻ്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്ത് പക്വമതിയായ ഒരു മുതിർന്ന പെണ്ണായിരിക്കുന്നു തൻ്റെ മകൾ. മോളെ. പുലർച്ചെ 6 മണിക്ക് മുമ്പ് ഉണർന്ന് അടുക്കളയിലെത്തിയ പാച്ചിയമ്മ അമ്പരന്നു. അധീന അടുക്കളയിൽ നിൽക്കുന്നു. 3 കുട്ടികൾക്കും ഇന്നു മുതൽ സ്കൂളിൽ പോകണം. രാവിലെ കഴിക്കാനുള്ള പലഹാരവും ഉച്ചയൂണിനുള്ള പൊതിച്ചോറും ഉണ്ടാക്കണം. വയസ്സായെങ്കിലും പാച്ചിയമ്മ അത് ഓർത്തിട്ടാണ് വേഗം ഉണർന്നെത്തിയത്. നീ നേരത്തെ ഉണർന്നോ മോളെ? അവർ ചോദിച്ചു. എന്നെ കൂടി വിളിക്കാൻ മേലായിരുന്നോടി? അധീന ചിരിച്ചു. ഞാൻ മുത്തശ്ശിയെ വിളിക്കാൻ വരുമായിരുന്നു, അവൾ ശാന്തമായി പറഞ്ഞു. പാച്ചിയമ്മ പരിശോധിച്ചു. ഗ്യാസിന് മുകളിൽ ചായ തിളയ്ക്കുന്നു. അടുപ്പിൽ തീ കൂട്ടി കലത്തിൽ അരിയിട്ടത് തിളച്ച് വേകാറായിരിക്കുന്നു. പച്ചക്കറികൾ കൂട്ടാൻ വയ്ക്കാൻ പാകത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്നു. പാച്ചിയമ്മ അലിവോടെ കൊച്ചുമകളെ നോക്കി. അവൾ ഒരു ഭരണിയിൽ നിന്ന് കുറേ അരിപ്പൊടി എടുത്ത് സ്റ്റീൽ ചെരുവത്തിലേക്ക് ഇടുകയാണ്. രാവിലെ കഴിക്കാൻ പുട്ടുണ്ടാക്കാം മുത്തശ്ശി. പക്ഷേ എനിക്ക് ഈ പൊടി പാകത്തിന് നനയ്ക്കാറിയത്തില്ലല്ലോ. പാകത്തിന് പൊടി നനച്ച് ഞാൻ പുട്ടുണ്ടാക്കിക്കോളാം മോളെ. നീ അപ്പോഴേക്കും ആര്യയെ ആമിയെയും ഉണർത്തി കുളിപ്പിച്ചെടുക്കാൻ നോക്ക്. ശരി മുത്തശ്ശി. അധീന അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് കയറുമ്പോൾ പാച്ചിയമ്മ ഓർത്തു. ഭാനുവിനെ പോലെ തന്നെയാണ് ഇവളും. നല്ല കാര്യപ്രാപ്തിയുണ്ട്. അധീന മുറിക്കുള്ളിൽ ചെന്നു. ബെഡിൽ ഭിത്തിയോട് ചേർന്ന് കിടക്കുകയാണ് ആമി. അവളുടെ കാൽക്കീഴിലായി ചുരുണ്ട് കിടക്കുന്നു ആര്യ. ഉറക്കത്തിൽ താനെ താഴേക്ക് ഊർന്നു കിടന്നതാണ്. പൊന്നുകുട്ടി, എഴുന്നേരടാ. അമ്മ മുമ്പ് ചെയ്തിരുന്നതുപോലെ ആമിയെ തഴുകിയും ഉമ്മ വെച്ചും അധീന മെല്ലെ ഉണർത്താൻ നോക്കി. ആമി കണ്ണു തിരുമ്മി ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ഞാൻ ഉറങ്ങുക ആമേ. പിന്നെ ഉറക്കം വരുക. ഞാനിന്ന് സ്കൂളിൽ പോണില്ല, ഉറങ്ങുക. ഉറക്കത്തിൽ ആമി കരുതിയത് അവളെ ഉണർത്താൻ ചെന്നത് അമ്മയാണെന്നാണ്. അധീന സങ്കടത്തോടെ കുഞ്ഞനിയത്തിയെ നോക്കി. എന്നിട്ട് ആര്യയെ തൊട്ടു വിളിച്ചു. ആര്യക്കുട്ടി, എണീക്ക്. ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് കുളിച്ചു വന്നേ. നമുക്ക് സ്കൂളിൽ പോകണ്ടേ? ആര്യക്കുട്ടി ഒന്ന് നിവർന്ന് വളഞ്ഞു ഉരുണ്ടു മറിഞ്ഞു കിടന്നു. പിന്നെ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന അധീനയെ അവൾ കണ്ടു. പെട്ടെന്ന് യാഥാർത്ഥ്യബോധം കിട്ടിയതുപോലെ എഴുന്നേറ്റിരുന്ന് അവൾ കണ്ണുകൾ തുറന്ന് ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റു ഇച്ചേച്ചി, ഇപ്പം കുളിച്ചോളാം. അധീനയ്ക്ക് ആശ്വാസമായി. അവൾ വീണ്ടും ആമിയെ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ ആര്യ പറഞ്ഞു, പൊന്നുകുട്ടിയെ ഞാൻ എണീപ്പിക്കാം, ഇച്ചേച്ചി പൊയ്ക്കോ. ആര്യ അക്കാര്യം ഏറ്റതോടെ അധീനയ്ക്ക് കൂടുതൽ ആശ്വാസമായി. നിനക്ക് ഇച്ചേച്ചി ചായ തരാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവൾ വാതിൽക്കലേക്ക് നീങ്ങുമ്പോൾ കണ്ടു മക്കളെ മൂവരെയും ശ്രദ്ധിച്ച് വാതിൽക്കൽ തന്നെ നിൽക്കുന്നു രമണൻ. അച്ഛൻ ചായ കുടിച്ചോ? അവൾ ചോദിച്ചു. ഇല്ലെന്ന് അയാൾ തലയാട്ടി. അച്ഛന് ചായ ഇപ്പം തരാട്ടോ. അധീന അടുക്കളയിലേക്ക് ചെന്നു. പാച്ചിയമ്മ പുട്ടുപൊടി നനച്ചു കഴിഞ്ഞു. പുട്ടുകുടവും അടുപ്പത്ത് കയറ്റി വെച്ചു. അധീന നുറുക്കി വെച്ച പച്ചക്കറികളും അവർ ഒരു ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചു. പിള്ളേർ എഴുന്നേറ്റോ കൊച്ചേ? എഴുന്നേൽക്കുന്നുണ്ട് മുത്തശ്ശി. അധീന ഒരു ട്രേയിലേക്ക് 5 കപ്പുകൾ വെച്ചു. അതിലേക്ക് ചൂടുള്ള ചായ ഊറ്റി. മുത്തശ്ശിയും ചായ കുടിക്ക്. 1 കപ്പിലെ ചായ അവൾ പാച്ചിയമ്മയ്ക്ക് കൊടുത്തു. ബാക്കി കപ്പുകളും ഒരു പ്ലേറ്റിൽ ബിസ്ക്കറ്റും എടുത്ത് അവൾ മുറിയിലെത്തുമ്പോൾ ആര്യയും ആമിയും ബാത്റൂമിലായിരുന്നു. അവർ പല്ല് തേക്കുന്നു. അവർക്കുള്ള ചായയും ബിസ്ക്കറ്റുകളും ടേബിളിൽ വെച്ചു.
അച്ഛൻ എന്തി ആര്യക്കുട്ടി? അച്ഛൻ ആര്യ വായിലെ പേസ്റ്റ് പത തുപ്പിയിട്ട് പറഞ്ഞു. ദാ അവിടെ കിടന്ന തുണിയൊക്കെ എടുത്തുകൊണ്ട് പോയി. അതെനിക്ക് മനസ്സിലായി. മുറിയുടെ മൂലയ്ക്ക് 2-3 ദിവസമായി കൂടിക്കിടക്കുന്ന മുഷിഞ്ഞ തുണികൾ കഴുകിയിടാൻ എടുത്തുകൊണ്ട് പോയതാണ് അച്ഛൻ. അദീന പിന്നാമ്പുറത്തേക്ക് ചെന്നു. അലക്കുകല്ലിന് സമീപമുള്ള പൈപ്പിൻ ചൂട്ടിൽ വെച്ച ബക്കറ്റിലേക്ക് തുണികൾ വാരിയിട്ട് വെള്ളമൊഴുക്കിയാണ് രമണൻ. തുണിയൊക്കെ ഞാൻ കഴുകിയിട്ടോളാം അച്ഛാ. അച്ഛൻ ചെന്ന് ചായ കഴിക്ക്. ഇന്ന് അച്ഛന് ജോലിക്ക് പോകണ്ടേ? അവൾ ചോദിച്ചു. മോൾക്ക് തന്നെ ഇത്രയും തുണി കഴുകിയിടാൻ പറ്റില്ല. അച്ഛനെ സഹായിക്കാം മോളെ. അയാൾ തുണികളിൽ സോപ്പിട്ട് തുടങ്ങി. അമ്മയ്ക്ക് അസുഖമായിരുന്നതുകൊണ്ട് അച്ഛന് മുമ്പ് തന്നെ തുണി കഴുകി ശീലമുണ്ട്. എങ്കിലും അദീന അച്ഛൻ്റെ കൂടെ തന്നെ നിന്നു, തുണി നനയ്ക്കാനും പിഴിഞ്ഞു വിരിക്കാനും ഒക്കെ. അച്ഛനും മോളും കൂടി രാവിലെ തുണിയലക്ക് നടത്തുവാണോ? ചോദ്യം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. സാലിയും ശ്യാമളയും. രമണൻ വിഷാദത്തോടെ ചിരിച്ചു. സാലിയും ശ്യാമളയും തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോകാൻ ഇറങ്ങിയതാണ്. ആ വേഷമാണ് ഇരുവർക്കും. 100 പണി തീയ്ക്കണ്ടേ ചേട്ടാ, പോകാതെ പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് അദീന കൊച്ചിനെ സഹായിച്ചേനെ. അത് ശരിയാണെന്ന് രമണൻ അറിയാം. കുടുംബശ്രീയിലെ മിക്ക അംഗങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവരാണ്. ഓരോ അംഗവും 1 വർഷം 100 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം. വാർഷിക കണക്കെടുപ്പ് നടത്തുമ്പോൾ അംഗങ്ങളുടെ മറ്റ് ആനുകൂല്യ പരിഗണനയ്ക്ക് അത് അത്യാവശ്യമാണ്. അതൊന്നും സാരമില്ല സാലി. ഭാനു ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ഓർമ്മയുണ്ട്, രമണൻ പറഞ്ഞു. അല്ല ചേട്ടാ, അദീന ചെറിയ കുട്ടിയല്ലേ. അവളെ പിച്ച വയ്ക്കുന്നത്ര ശ്രദ്ധയോടെ കൈപിടിച്ച് നടത്തിയാലേ ശരിയാവൂ, ശ്യാമള പറഞ്ഞു. അവൾ അദീനയുടെ മുടിയിഴകളിൽ തലോടി. മോള് മാത്രമല്ല ശ്യാമളെ, അമ്മയുണ്ടല്ലോ. ഭാനുവിന് അസുഖമായപ്പോൾ മുതൽ അവളെ കഴിയുന്നത്ര സഹായിച്ചിട്ടേ ഞാൻ ബസ്സിൽ കയറുമായിരുന്നുള്ളൂ. ഇരുവരും അത് ശരിവെച്ചു. എങ്കിലും അദീനയുടെ തോളിൽ തട്ടിക്കൊണ്ട് സാലി പറഞ്ഞു. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ എത്താം മോളെ. അദീന തലയാട്ടി. മുമ്പ് ഭാനു ഞങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റിലെ നല്ല പ്രവർത്തകയായിരുന്നു. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല മോളെ. മോൾക്ക് എപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാൻ കേട്ടോ. അദീന ആത്മവിശ്വാസത്തോടെ സമ്മതിച്ചു. ചേച്ചി, ഞാൻ പറഞ്ഞോളാം. പിന്നെ ഭാനു ഒരു ചിട്ടിക്ക് പണം ഇറക്കുന്നുണ്ടായിരുന്നു, ശ്യാമള പറഞ്ഞു. ഇപ്പോൾ അത് 10,000 രൂപയോളമായി ചേട്ടാ. എനിക്കറിയാം. അദീനയ്ക്ക് മാല വാങ്ങണമെന്ന് അവൾ പറയുമായിരുന്നു. ആ പണം ഞങ്ങൾ ഈ ആഴ്ച തന്നോളാം. അതവിടെ കിടക്കട്ടെ ശ്യാമളെ. ചിട്ടി മുഴുവനായിക്കോട്ടെ. ഭാനു ഇറക്കിയിരുന്ന സംഖ്യ ഇനി ഞാൻ തന്നോളാം. ചിട്ടി മുഴുവനായിട്ട് അത് വാങ്ങി മോൾക്ക് ഞാൻ മാല വാങ്ങി കൊടുത്തോളാം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാ. സാലിയും ശ്യാമളയും യാത്ര പറയാനൊരുങ്ങി. സാലി നിൽക്ക്, രമണൻ തിടുക്കത്തിൽ പറഞ്ഞു. ഭാനുവിനെ ദയിപ്പിക്കാൻ ആ പെട്ടി കൊണ്ടുവന്നതിൻ്റെ പണം ഞാൻ തന്നില്ലായിരുന്നു. അതിനു പണമൊന്നും വേണ്ട ചേട്ടാ. അത് ശരിയല്ല സാലി. അന്ന് നിങ്ങൾക്ക് ഒരുപാട് പണം ചിലവായിട്ടുണ്ട്. അതിനൊന്നും കണക്ക് വെക്കേണ്ട, സാലി പറഞ്ഞു. ഭാനുവിന് വേണ്ടി അന്നത്തെ ചെലവ് മുഴുവൻ ഞങ്ങൾ കുടുംബശ്രീക്കാരുടെ വകയാണ്. അത് ഞങ്ങൾ എല്ലാവർക്കും ചെയ്യും. അത് ഞങ്ങളുടെ അവകാശമാണ്. രമണൻ കൈകൂപ്പി. എനിക്ക് സാലിയോടും ശ്യാമളയോടുമൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അന്ന് ആ ബ്ലേഡ് കുഞ്ഞൂസിൻ്റെ മുമ്പിൽ കാല് പിടിച്ച് പറഞ്ഞിട്ടും അയാൾ പിടിവാശിയിൽ തന്നെ നിന്നു. അപ്പോഴാണ് നിങ്ങൾ മുമ്പോട്ട് വന്നത്. സത്യത്തിൽ നിങ്ങൾ എൻ്റെ അഭിമാനം തന്നെയാണ് രക്ഷിച്ചത്. ഭാനു ഇപ്പുറത്ത് മരിച്ചു കിടക്കുന്നത് കൊണ്ടാ ചേട്ടാ. അല്ലെങ്കിൽ ആ തൂമ്പയെടുത്ത് ഞങ്ങൾ അവൻ്റെ തലക്കടിച്ച് ഓടിച്ചേനെ, സാലി വീറോടെ പറഞ്ഞു. ഞാൻ കടം വാങ്ങി പോയില്ലേ സാലി. വാങ്ങാത്തവരും ചെലവഴിക്കാത്തവരുമായി ആരാ ചേട്ടാ ഉള്ളത്? അതും ഇതുപോലൊരു രോഗം പിടിപെട്ടാൽ. അമർഷം വിടാതെ സാലി തുടർന്നു. പക്ഷേ വാങ്ങിച്ച പണം തിരിച്ചു പിടിക്കാൻ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വന്ന് ഇത്ര നീചമായി പെരുമാറാൻ അയാളെപ്പോലൊരു പരമദുഷ്ടനേ കഴിയൂ. ദൈവം അയാളോട് പൊറുക്കില്ല ചേട്ടാ. രമണൻ വിഷാദത്തോടെ ചിരിച്ചു. തുണികൾ പിഴിഞ്ഞു വിരിക്കുകയായിരുന്നു അദീന. സാലിയുടെ വാക്കുകളിലെ രോഷവും ശക്തിയും വ്യക്തമായി ഉൾക്കൊള്ളുകയായിരുന്നു അവൾ. തുണികൾ വിരിച്ച് തീർത്തിട്ട് അച്ഛനും മകളും കൂടി വേഗം അകത്തേക്ക് ചെല്ലുമ്പോൾ ആര്യയും ആമയും കടങ്കഥ പറഞ്ഞ് രസിക്കുകയായിരുന്നു. പെട്ടെന്ന് 2 ആളും വന്നേ ഇച്ചേച്ചി കുളിപ്പിക്കാം. ഇരുവരെയും അവൾ കുളിപ്പിച്ചു. യൂണിഫോമുകൾ ഇസ്തിരിയിട്ടിടിവിച്ചു. ഇരുവരുടെയും ബാഗുകൾ കൂടി ഒരുക്കി വെച്ചിട്ട് അവളും കുളിച്ചൊരുങ്ങി. അടുക്കളയിലേക്ക് അവൾ ചെല്ലുമ്പോൾ എല്ലാവർക്കും പൊതിച്ചോറുകൾ എടുക്കുകയായിരുന്നു പാച്ചിയമ്മ. ഞാനും കൂടാ മുത്തശ്ശി. പൊതിച്ചോറെടുക്കാൻ അവൾ പാച്ചിയമ്മയെ സഹായിച്ചു. പിന്നെ അവർ ഉണ്ടാക്കി വെച്ച പുട്ടും കുറേ പഴങ്ങളും ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചു.
അച്ഛനെയും അനിയത്തിമാരെയും കഴിക്കാൻ ക്ഷണിച്ചു. രമണൻ ടേബിളിനരികിലെത്തി. പിന്നാലെ അനിയത്തിമാരും. അധീന 5 പാത്രങ്ങളിലായി പുട്ടും പഴവും വിളമ്പി. രമണനും ഇളയ മക്കളും കഴിച്ചു തുടങ്ങി. മോളൂടെ കഴിച്ചോ, രമണൻ അധീനയോട് പറഞ്ഞു. മുത്തശ്ശിയും കൂടി വരട്ടച്ചാ, ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. ഒരുമിച്ച് വിളമ്പി ഒരുമിച്ച് കഴിച്ചില്ലെങ്കിൽ അന്നത്തെ പോലെ മുത്തശ്ശി പിണങ്ങിപ്പോകുമോ എന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. ഓർക്കാപ്പുറത്ത് അമ്മ മരിച്ചതുകൊണ്ടായിരിക്കും കുറച്ച് ദിവസമായി മുത്തശ്ശി ആരെയും ശകാരിക്കുന്നില്ല. സ്നേഹമായി തന്നെ വിളിക്കുന്നു. പക്ഷേ എപ്പോഴാണ് ദേഷ്യം വരുന്നതെന്നോ ഇറങ്ങിപ്പോകുന്നതെന്നോ പറയാൻ പറ്റില്ല. മുത്തശ്ശി പിണങ്ങിപ്പോയാൽ പിന്നെ ഇവിടെ തനിക്ക് കൂട്ടായി വേറെ ആരുണ്ട്? അവൾ അടുക്കളയിൽ നിന്ന് പാച്ചിയമ്മയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അവരെ കൂടെ ഇരുത്തി അവളും പുട്ടും പഴവും കഴിച്ചു. രമണന് മനസ്സിലായി, അധീന ചെറിയ കുട്ടിയാണെങ്കിലും ഭാനുവിനെ പോലെ എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളും. അവളുടെ ചുമതലാബോധം അയാൾക്ക് കൂടുതൽ ആശ്വാസമായി. ഇനി പോകാം മക്കളെ, അയാൾ പറഞ്ഞു. ഇന്ന് ആദ്യമായി നിങ്ങൾ ബസ്സിൽ കയറി പോകുമല്ലേ? അച്ഛൻ കൂടെ വരാം, എന്നിട്ടേ ഞാൻ ജോലിക്ക് കയറുന്നുള്ളൂ. ശരിയച്ചാ. അധീനയ്ക്ക് സന്തോഷമായി. അവൾ തൻ്റെ സ്കൂൾ ബാഗ് താങ്ങി പുറത്ത് തൂക്കിയിട്ടു. ആമിയുടെയും ആര്യയുടെയും രമണൻ കയ്യിലെടുത്തു. അച്ഛൻ ഞങ്ങളുടെ സ്കൂളിൽ വരുവാലേ? ആമി രമണൻ്റെ കയ്യിൽ തൂങ്ങി. അയാൾ ഒപ്പം വരുന്നത് ആര്യയ്ക്കും സന്തോഷമായി. അമ്മയോട് യാത്ര പറഞ്ഞിട്ട് മക്കളെയും കൂട്ടി രമണൻ പടിയിറങ്ങി. അവർ ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി. വഴിയുടെ സൈഡ് ചേർന്നേ പോകാവൂ മോളെ, രമണൻ മൂത്ത മകൾക്ക് പറഞ്ഞു കൊടുത്തു. ആര്യക്കുട്ടിയേയും പൊന്നുകുട്ടിയേയും എപ്പോഴും നോക്കിക്കോണം, ശ്രദ്ധ വിട്ടുപോകരുത്. അമ്മേ അത് പറഞ്ഞിട്ടുണ്ടച്ചാ, അധീന ഓർമ്മിച്ചു പറഞ്ഞു. അന്ന് രാവിലെ ഓട്ടോറിക്ഷ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, എപ്പോഴും ആര്യയുടെയും പൊന്നുകുട്ടിയുടെയും കയ്യിൽ പിടിച്ചോണെന്ന്, അവരെ സൂക്ഷിച്ചോണെന്ന്. അത് പറയുമ്പോൾ അധീനയുടെ നെഞ്ചിൽ സങ്കടം വിങ്ങി. അത് രമണൻ്റെ നെഞ്ചിനെയും നീറ്റി. കയ്യെത്തും ദൂരത്ത് മരണം എത്തിക്കഴിഞ്ഞെന്ന് നിൻ്റെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അതാ അനിയത്തിമാരെ സൂക്ഷിച്ചോളണമെന്ന് അവൾ നിന്നോട് പറഞ്ഞേൽപ്പിച്ചത്. ആണോ? അതാണോ സത്യം? അധീന സ്വയം ചോദിച്ചു. അപ്പോഴേക്ക് ഒരു ബസ് വന്നു നിന്നു. രമണൻ തൻ്റെ 3 മക്കളെയും ശ്രദ്ധയോടെ അതിലേക്ക് കയറ്റി. കണ്ടക്ടർ സതീശന് രമണനെ അറിയാം. ഭാനുവിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തതുമാണ്. രമണേട്ടൻ ജോലിക്ക് പോവുകയാണല്ലേ? സതീശൻ ചോദിച്ചു. അതെ എന്ന് രമണൻ തലയാട്ടി. അല്ലെങ്കിലും ജോലിക്ക് പോകാതെ പറ്റില്ലല്ലോ രമണേട്ടാ. ആരൊക്കെ പോയാലും ശേഷിക്കുന്നവർക്ക് ജീവിക്കാതെ പറ്റില്ലല്ലോ. സതീശൻ പുഞ്ചിരിച്ചു. രമണൻ മന്ദഹസിച്ചു. അയാളുടെ മിഴികൾ സീറ്റുകൾക്കിടയിലൂടെ മുൻഭാഗത്തേക്ക് നീണ്ടു ചെന്നു. ഒരു സീറ്റിൻ്റെ ഹാൻഡ് റെയിലിൽ പിടിച്ച് നിൽക്കുകയാണ് അധീന. സീറ്റിൽ ഇരിക്കുന്നവർക്കിടയിലേക്ക് ആര്യക്കുട്ടിയെയും ആമിക്കുട്ടിയെയും കയറ്റി നിർത്തി മറുകൈകൊണ്ട് അവരെ വീഴാതെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. രമണന് ആശ്വാസമായി. അധീന ഇളയവരുമായി സുരക്ഷിതയായി തന്നെ ബസ്സിൽ യാത്ര ചെയ്തുകൊള്ളും. സ്കൂളിൻ്റെ സ്റ്റോപ്പിൽ കുട്ടികൾക്കൊപ്പം അയാൾ ഇറങ്ങി. ഇനി പൊയ്ക്കോ. മൂവരെയും സ്കൂളിൻ്റെ ഗേറ്റ് കടത്തി വിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു. വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴും നന്നായി സൂക്ഷിച്ചോണം ആദി. ശരി അച്ഛാ, ഞാൻ നോക്കിക്കോളാം, അധീന സമ്മതിച്ചു. അനിയത്തിമാരെ അവൾ അവരുടെ ക്ലാസ്സുകളിൽ എത്തിച്ചു. തൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ സഹപാഠികളൊക്കെ അവളോട് അമ്മയുടെ മരണത്തെക്കുറിച്ച് ചോദിച്ചു. കണ്ണ് നിറഞ്ഞ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഡോളി മിസ് എത്തി. അമ്മയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു മോളെ, അവർ ചോദിച്ചു. ദൈവം കൂടുതൽ സ്നേഹമുള്ളവരെയാണ് മോളെ ആദ്യം അങ്ങ് വിളിക്കുക. ഡോളി മിസ് അവളുടെ മുടിയിഴകളിൽ കരുണയോടെ തഴുകി. അധീന ഇനി ചെയ്യേണ്ടത് സങ്കടം മറന്ന് നന്നായി പഠിക്കുകയാണ്. നല്ല മാർക്ക് വാങ്ങി ഉയർന്ന നിലയിൽ പാസ്സാവുക. ജീവിതത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുക. അമ്മയുടെ ആത്മാവ് അത് കണ്ട് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കും. ശരിയല്ലേ? കണ്ണുകൾ തുളുമ്പിയെങ്കിലും അവൾ തലയാട്ടി. മക്കൾ ഏറ്റവും നന്നായി പഠിക്കണമെന്നും ഏറ്റവും ഉയർന്ന നിലയിൽ എത്തണമെന്നുമായിരുന്നു അമ്മയുടെ ആഗ്രഹം. അതെ, അധീന ഉറച്ച തീരുമാനമെടുത്തു. അമ്മയുടെ ആഗ്രഹം സാധിക്കണം. ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ എത്തണം. കണ്ട് അമ്മയുടെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കട്ടെ. ടൗണിൽ തന്നെയാണെങ്കിലും അല്പം തിരക്ക് കുറഞ്ഞ ഭാഗത്താണ് മാത്യു തോട്ടുങ്കലിൻ്റെ ഉടമസ്ഥതയിലുള്ള വണ്ടി വർക്ക്ഷോപ്പും തോട്ടുങ്കൽ ട്രാവൽസിൻ്റെ ഓഫീസും. തോട്ടുങ്കൽ ട്രാവൽസിന് ദീർഘദൂര സർവീസുള്ള 6 ബസ്സുകളുണ്ട്. അതിലൊന്നിലെ ഡ്രൈവറാണ് രമണൻ. അയാൾ ചെല്ലുമ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ചില വണ്ടികളുടെ പണി നടക്കുകയാണ്. അയാൾ നേരെ ഓഫീസിലേക്ക് കയറി. മാനേജർ കുഞ്ഞച്ചൻ്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്തു. ഉച്ച കഴിഞ്ഞ് 4:30-ക്കുള്ള കട്ടപ്പന ട്രിപ്പ് രമണൻ എടുത്തു. രജിസ്റ്ററിൽ നോക്കിയിട്ട് കുഞ്ഞച്ചൻ പറഞ്ഞു. കട്ടപ്പനയ്ക്ക് പോയാൽ ഞാൻ നാളെ പുലർച്ചെയല്ലേ എത്തൂ സാറേ? രമണൻ ചോദിച്ചു.
സാറിനിപ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യം അറിയാലോ. വയസ്സായ അമ്മയും പറക്കമുറ്റാത്ത പെൺകുഞ്ഞുങ്ങളും മാത്രമേയുള്ളൂ. രാത്രിയിൽ ഞാൻ വീട്ടിലില്ലാതായാൽ ഇപ്പോഴത്തെ കാലമല്ലേ സാറേ, കുഞ്ഞച്ചൻ ആലോചിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. ഭാര്യയില്ലാതായ സ്ഥിതിക്ക് കുഞ്ഞുങ്ങൾക്ക് കൂട്ടായി നീ അവിടെ വേണം. പക്ഷേ ഇന്നത്തെ ട്രിപ്പെല്ലാം പോയി കഴിഞ്ഞല്ലോ. ഇന്ന് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അടുത്ത ദിവസം മുതൽ പകൽ ഡ്യൂട്ടി തന്നെ ഷെഡ്യൂൾ ചെയ്ത് തരാൻ നോക്കാം. പോരെ? മതി സാർ. രമണന് സമാധാനമായി. രമണൻ അകത്തേക്ക് ചെന്നു. കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ള ബസ് ജീവനക്കാർ വിശ്രമിക്കുന്ന റൂമാണത്. അയാൾ ചെല്ലുമ്പോൾ വിജയൻ മാത്രമേ റൂമിലുള്ളൂ. സങ്കടങ്ങളോട് സുല്ലു പറഞ്ഞു അല്ലേ രമണേട്ടാ? വിജയൻ ചോദിച്ചു. സുല്ലു പറഞ്ഞിട്ടൊന്നുമില്ല വിജയ. രമണൻ ശബ്ദം താഴ്ത്തി. ഓർക്കുമ്പോൾ ദേഹമാകെ വിറയ്ക്കുകയാണ്. വണ്ടിയിൽ കയറാൻ ഒരു ധൈര്യമില്ലാത്തതുപോലെ. ധൈര്യം ഞാൻ തരാം. വിജയൻ ഊറിയ ചിരിയോടെ ജീവനക്കാരുടെ ഡ്രസ്സുകൾ വെക്കുന്ന കാർഡ്ബോർഡിനടുത്തേക്ക് നീങ്ങി. തൻ്റെ ഷർട്ടിരുന്ന ബോക്സിന് മുമ്പിൽ അയാൾ നിന്നു. ഷർട്ട് എടുത്ത് മാറ്റിയപ്പോൾ കണ്ടു പൊട്ടിച്ച ഒരു 3X റമ്മിൻ്റെ ബോട്ടിൽ. അതിനരികിൽ ഗ്ലാസ് വെള്ളം. രമണൻ്റെ കരം ആവേശത്തോടെ ആ കുപ്പിക്ക് നേരെ നീണ്ടു. വണ്ടിയിൽ കയറാനുള്ളതല്ലേ രമണേട്ടാ, അധികം കഴിക്കണ്ട. കുഞ്ഞച്ചൻ സാറ് അറിയുകയും വേണ്ട. രമണൻ കയ്യിലിരുന്ന കുപ്പിയിലെ ദ്രാവകം തിരിച്ചും മറിച്ചും നോക്കുന്നത് കണ്ടപ്പോൾ വിജയൻ പറഞ്ഞു. ഞാൻ ഒഴിച്ചു തരാം. 2 സ്മോൾ മതി. വിജയൻ ആ കുപ്പി പിടിച്ചു വാങ്ങാൻ നോക്കി. വേണ്ട, ഞാൻ ഒഴിച്ചോളാം. വിജയൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് രമണൻ തന്നെ കുപ്പിയിൽ നിന്നും മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. 2 സ്മോളിന് പകരം 2 ലാർജ്. രമണേട്ടാ, ഡ്രൈവ് ചെയ്യേണ്ടതാണ്, അതും 5 മണിക്കൂർ. വിജയൻ പറഞ്ഞു. അതൊന്നും സാരമില്ലടോ, രമണൻ മെല്ലെ പറഞ്ഞു. കഴിച്ചപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് കത്തിയെരിഞ്ഞു. എന്നാലും സാരമില്ല. ഇപ്പോൾ ഉള്ളിലെ തീ അണയുകയാ. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാനിത് തന്നത്. ശരി വിജയ, ഉച്ച കഴിഞ്ഞല്ലേ വണ്ടിയിൽ കയറേണ്ടത്. ഞാനിനി വീട്ടിലേക്ക് പോകുന്നില്ല. ഇവിടെ കിടന്നൊന്ന് ഉറങ്ങാൻ പോവുക, രമണൻ പറഞ്ഞു. എൻ്റെ ഭാനു പോയ പിന്നെ ഇതുവരെ ഞാനൊന്ന് ശരിയായി കണ്ണടച്ചില്ല വിജയ. രാത്രി വിളിക്കില്ലടാ അവൾ കൂടെയില്ലാതെ. ഓരോന്നോർക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവുകടാ. 1 ലാർജ് കൂടി ഒഴിച്ച് വെള്ളം ചേർത്ത് ഒറ്റപ്പിടുത്തത്തിനകത്താക്കിയിട്ട് രമണൻ ചുണ്ടു തുടച്ചു. വീട്ടിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഞാൻ ഉറങ്ങാൻ പോവുക. വണ്ടിയെ കയറാൻ നേരമാകുമ്പോൾ നീ വന്നൊന്ന് വിളിച്ചുണർത്തിയേക്ക്. ശരി രമണേട്ടാ, വിജയൻ സമ്മതിച്ചു. രമണൻ ചുറ്റും ഒന്ന് നോക്കി. മുറിയുടെ മൂലയിൽ 1-2 പുൽപ്പായ ചാരി വെച്ചിട്ടുണ്ട്. തലയിണയുമുണ്ട്. രാത്രിയിൽ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന ജോലിക്കാർക്ക് കിടന്നുറങ്ങാനുള്ള താൽക്കാലിക സംവിധാനമാണത്. രമണൻ പുൽപ്പായ വലിച്ച് തറയിലേക്ക് നിവർത്തിയിട്ടു. പിന്നെ തലയിണ വെച്ച് അതിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു. നെഞ്ചിനു മീതെ ഇരുമ്പുകട്ട വെച്ചതുപോലെയുള്ള ഭാരത്തിന് ഇപ്പോൾ അയവുണ്ടെന്ന് അയാൾക്ക് തോന്നി. പേശികൾക്കും രക്തക്കുള്ളുകൾക്കുമെല്ലാം ഒരു ഉണർവ്. കൺപോളകൾക്ക് മീതെ സുഖകരമായ ഒരു തണുപ്പ്. കൺപോള അടഞ്ഞു വരുമ്പോൾ രമണൻ കണ്ടു നറുപുഞ്ചിരിയോടെ പുൽപ്പായിൽ തന്നോട് ചേർന്നിരിക്കുന്ന ഭാനു. അവളുടെ മുഖത്തിനും പുഞ്ചിരിയുതിർക്കുന്ന അധരങ്ങൾക്കും ഒരു പ്രത്യേക പ്രകാശം. വിഷമിക്കല്ലേ രമണേട്ട, ഭാനു ആശ്വസിപ്പിക്കുന്നു. കൈത്തലം നീട്ടി തലോടുന്നു. ഭാനു. രമണൻ്റെ നാവ് മെല്ലെ ചലിച്ചു. എന്തോ? ഭാനു കാതരയായി വിളി കേട്ടു. ഞാൻ ഒറ്റയ്ക്കായിപ്പോയി ഭാനു. നീയില്ലാതെ എനിക്ക് വയ്യ. അയാൾ പിറുപിറുത്തു. ഞാൻ എപ്പോഴും കൂടെയുണ്ടല്ലോ. രമണേട്ടനെ വിട്ട് എങ്ങും പോകില്ല. അയാളുടെ ചെവിയോട് അധരങ്ങൾ ചേർത്ത് അവൾ പറഞ്ഞു. അതുമതി ഭാനു, എനിക്ക് അതുമാത്രം മതി. രമണൻ ഇരുകരങ്ങളും നീട്ടി ഭാനുവിനെ കെട്ടിപ്പിടിച്ചു. തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ഭാനുവിൻ്റെ ചുമലിലും കവിളിലും മുടിയിഴകളിലും തഴുകി. ഇരു കൈകളിലും ആ മുഖം പൊതിഞ്ഞു പിടിച്ചു. ഭാനു അയാളെ അമർത്തി ചുംബിച്ചു. അയാളുടെ മിഴികൾ അടഞ്ഞു. രമണൻ ഉറക്കത്തിൻ്റെ പരിപൂർണതയിലേക്ക് അമർന്നു. 3:30 സ്കൂൾ വിട്ടു. അധീന. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അധീനയെ അരികിൽ വിളിച്ച് വാത്സല്യത്തോടെ ഡോളി മിസ് ചോദിച്ചു. നീ ബസ്സിൽ പോകുന്നത് ആദ്യമായിട്ടല്ലേ? അതേ മിസ്. അനിയത്തിമാരെ സൂക്ഷിച്ചു കൊണ്ടുപോകണം കേട്ടോ. അവൾ തലയാട്ടി. ബസ് നിർത്തിക്കഴിഞ്ഞ് ഇളിയവരെ 2 പേരെയും ആദ്യം പിടിച്ച് കയറ്റണം. കയറിയാലുടൻ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറയണം. നീയും പിടിച്ചോണം. പ്രൈവറ്റ് ബസ്സുകാരല്ലേ, മത്സരയോട്ടമാ അവരുടേത്. നമ്മൾ നന്നായി സൂക്ഷിക്കണം കേട്ടല്ലോ. കേട്ടു മിസ്സേ, ഞാൻ ശ്രദ്ധിച്ചോളാം. അവൾ പുറത്തേക്കിറങ്ങി 3-ാം ക്ലാസ്സിൻ്റെയും 1-ാം ക്ലാസ്സിൻ്റെയും ബ്ലോക്കിലേക്ക് ചെന്നു. ഇച്ചേച്ചി. ആര്യയും ആമിയും അവളെ കണ്ടപാടെ ഓടിയെത്തി.
സ്കൂൾ ബാഗ് ആയാസപ്പെട്ട് താങ്ങിക്കൊണ്ടാണ് ആമിയുടെ വരവ്. അദീനയ്ക്ക് അത് കണ്ടപ്പോൾ വിഷമം തോന്നി. ബാഗ് ഇങ്ങ് തന്നേരെ പൊന്നുകുട്ടി, ഇച്ചേച്ചി പിടിച്ചോളാം. അദീന ആ ബാഗ് കൂടി വാങ്ങിപ്പിടിച്ചു. മോളുടേത് ഇച്ചേച്ചി പിടിക്കണോടാ? വാത്സല്യത്തോടെ അവൾ ആര്യോട് ചോദിച്ചു. വേണ്ട ഇച്ചേച്ചി, ഞാനിത് പുറത്തിട്ടോളാം. അവൾ ബെൽറ്റുകൾക്കിടയിലൂടെ കൈയിട്ട് ബാഗ് പുറത്തേക്ക് തൂക്കിയിട്ടു. അദീന വാ, കൂട്ടുകാരികൾ മുറ്റത്ത് നിന്ന് വിളിച്ചു. വരുവാടാ, അവൾ പറഞ്ഞു. അനിയത്തിമാരെ ഇരുവശത്തും നിർത്തി 2 കൈകൾ കൊണ്ടും അവരുടെ കയ്യിൽ പിടിച്ച് അദീന കൂട്ടുകാരികളുടെ അടുത്തേക്ക് ചെന്നു. സ്കൂൾ ഗേറ്റിന് പുറത്ത് ചെന്ന ശേഷം ഡോളി മിസ് പറഞ്ഞ പോലെ ശ്രദ്ധയോടെയാണ് അവൾ ഇളയവരെ ബസ്സിൽ കയറ്റിയത്. ആര്യ തോളിൽ നിന്നും ബാഗ് ഊരി അദീന താഴെ വെച്ചു. എന്നിട്ട് അവളോട് ചേർന്ന് നിന്നു. തിക്കും തിരക്കുമായിരുന്നു ബസ്സിനുള്ളിൽ. പൊന്നുകുട്ടി, ചേച്ചിയെ മുറുകെ പിടിച്ചോണേ, അവൾ ആമയുടെ ചെവിയിൽ പറഞ്ഞു. ആം, അവൾ സമ്മതിച്ചു. എന്നിട്ട് അദീനയെ കെട്ടിപ്പിടിച്ച് നിന്നു. വടക്കേക്കര ബസ് സ്റ്റോപ്പിലെത്തി ബസ് നിന്നു. ബാഗുകൾ ഒരു കൈയിലും അനിയത്തിമാരെ മറുകൈയിലുമായി പിടിച്ച് മെല്ലെ ഇറങ്ങുമ്പോൾ അദീന വാതിൽക്കൽ നിന്ന കിളിയോട് പറഞ്ഞു. ചേട്ടാ, ഞങ്ങൾ ഇറങ്ങിയിട്ടേ ബെല്ലടിക്കാവുള്ളേ. ഇറങ്ങ്. ബെല്ലിൻ്റെ ചരടിൽ പിടിച്ച് ആഞ്ഞു നിന്നുകൊണ്ട് കിളി രാജേന്ദ്രൻ പറഞ്ഞു. അദീന ഒരു വിധത്തിൽ അനിയത്തിമാരെയും കൊണ്ട് ഇറങ്ങി. ഇച്ചേച്ചിയുടെ ഇപ്പുറത്ത് അരികിൽ കൂടി നടന്നാൽ മതി കേട്ടോ മോളെ, അവൾ ആര്യക്കുട്ടിയോട് പറഞ്ഞു. പുറത്ത് ബാഗ് തൂക്കിയിട്ടുകൊണ്ട് ആര്യക്കുട്ടി അത് ശരിവെച്ച് മെല്ലെ നടന്നു. ആമിയുടെ ബാഗ് കൂടി കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി അദീനയും നടന്നു. ദൂരെ വെച്ചേ അദീന കണ്ടു. വീടിൻ്റെ പടിയിറങ്ങി വഴിയിൽ കാത്തു നിൽക്കുന്നു പാച്ചിയമ്മ. ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി, അമ്മ അവിടെ നിന്നിരുന്നെങ്കിൽ, അമ്മ മരിക്കാതിരുന്നാൽ മതിയായിരുന്നു. വാ മക്കളെ, പാച്ചിയമ്മ 3 പേരക്കുട്ടികളെയും സ്വീകരിച്ചു. വീട്ടിലെത്തി അദീന തൻ്റെ യൂണിഫോം മാറ്റി. അനിയത്തിമാരുടേത് മാറ്റാൻ സഹായിച്ചു. അവൾ ഡ്രസ്സ് മാറിയപ്പോഴേക്കും പാച്ചിയമ്മ 3 ചായയും ബിസ്ക്കറ്റും എടുത്തു വെച്ചു. ആദി, വന്ന് ചായ കുടിക്കും മക്കളെ. വരുന്നു മുത്തശ്ശി. 3 ചായ കുടിക്കുകയും ബിസ്ക്കറ്റ് തിന്നുകയും ചെയ്യുമ്പോഴാണ് മൊബൈൽ ഫോൺ ബെല്ലടിച്ചത്. അടുക്കളയിൽ പാത്രങ്ങൾ വയ്ക്കുന്ന ഷെൽഫിലായിരുന്നു മൊബൈൽ. അതും ഭാനുവിൻ്റേതാണ്. ഭാനുവിന് അസുഖം പിടിപെട്ട ശേഷം രമണൻ വാങ്ങിക്കൊടുത്തതാണ്. ദൂരെ ഓട്ടത്തിന് പോകുമ്പോൾ രമണന് സമാധാനമില്ലായിരുന്നു. ഇടയ്ക്കിടെ വിളിക്കണം, വിവരങ്ങൾ അന്വേഷിക്കണം. അതിനു വേണ്ടിയാണ് ഈ മൊബൈൽ വാങ്ങിയത്. എന്ത് വിഷമം തോന്നിയാലും അപ്പോഴേ ഇതിൽ വിളിച്ച് വിവരം അറിയിക്കണം കേട്ടോ, മൊബൈൽ കൊടുക്കുമ്പോൾ രമണൻ പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും വലിയ വിഷമമുണ്ടായപ്പോൾ ഭാനുവിന് അതെടുത്ത് രമണനെ വിളിക്കാൻ കഴിഞ്ഞില്ല. അദീന എഴുന്നേറ്റ് അടുക്കളയിലെത്തി. ഷെൽഫിൽ നിന്ന് അവൾ മൊബൈൽ എടുത്തു നോക്കി. അച്ഛനാ മുത്തശ്ശി വിളിക്കുന്നത്. അദീന കോൾ അറ്റൻഡ് ചെയ്തു. ആദി, നീ എവിടെയാ? വീട്ടിലെത്തിയോ നിങ്ങൾ? ഊവച്ചാ, ഞങ്ങൾ വീട്ടിലാ, ചായ കുടിക്കുക, അദീന പറഞ്ഞു. അച്ഛൻ എപ്പോഴാ വരുക? മൊബൈലിലൂടെ ആരുടെയൊക്കെ ശബ്ദം അവൾ കേട്ടു. അച്ഛൻ ബസ്സിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അച്ഛനിപ്പോൾ കട്ടപ്പന ഓട്ടത്തിലാ മോളെ. നാളെ പുലർച്ചെയേ വരൂ. നാളെ വരത്തുള്ളോ? അദീനയുടെ മുഖം മങ്ങി. ഞങ്ങൾക്ക് പേടിയാച്ചാ ഒറ്റയ്ക്കല്ലല്ലോ മോളെ, രമണൻ അലിവോടെ പറഞ്ഞു. അവിടെ അമ്മയുണ്ടല്ലോ. മക്കൾ പേടിക്കണ്ട കേട്ടോ, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. ഇനി പകൽ ഡ്യൂട്ടി മതിയെന്ന് അച്ഛൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. ആ, അദീന സമ്മതിച്ചു. ആരെയും പൊന്നുകുട്ടി എന്തിയേ? ഇവിടെ ഉണ്ടച്ചാ 2 പേരും. അച്ഛനാണോ? ആമി ചാടി എണീറ്റ് വന്നു. ഇങ്ങ് തന്നേ, ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരാൻ പറയാനാ. അവൾ കൈ നീട്ടി. പെട്ടെന്ന് ഡബിൾ ബെല്ലടിക്കുന്ന ശബ്ദം അദീന കേട്ടു. അച്ഛൻ മുണ്ടക്കയത്തെത്തി. വണ്ടി വിടാറായി. അച്ഛൻ വെക്കുക. കോൾ കട്ടായി. ഇങ്ങ് തായി ചേച്ചി, ഞാൻ പറയട്ടെ. ആമി എത്തിക്കുത്തി വന്ന് മൊബൈലിന് കൈ നീട്ടി. അച്ഛൻ വണ്ടി ഓടിക്കുക പൊന്നുകുട്ടി, മൊബൈൽ കട്ടാക്കി, അവൾ പറഞ്ഞു. ആമി ഒറ്റ കരച്ചിൽ. ഞാൻ അച്ഛനോട് ബിസ്ക്കറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അദീന അവളെ തലോടി ആശ്വസിപ്പിക്കാൻ നോക്കി. എന്നിട്ട് പറഞ്ഞു, ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ നമ്മൾ വിഷമിപ്പിക്കല്ലേ മോളെ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങി അച്ഛന് ഒത്തിരി കടം വന്നിട്ടുണ്ട്, അത് വീട്ടണ്ടേ. ഞാൻ അച്ഛനോടൊന്നും മേടിക്കാൻ പറയില്ല ഈ ചേച്ചി. ആര്യ നല്ല പിള്ളയായി. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിയ വകയിൽ കടമുണ്ടെന്ന് പറഞ്ഞതൊന്നും കുഞ്ഞ് അമ്മയ്ക്ക് മനസ്സിലായില്ല. അവൾ അല്പം കൂടി ഉറക്കെ കരഞ്ഞു. കരയാതെ കൊച്ചേ, എല്ലാം ശ്രദ്ധിച്ചു നിന്നിരുന്ന പാച്ചിയമ്മ ആമിയെ ശാസിച്ചു. നിങ്ങൾക്ക് തിന്നാനുള്ളതൊക്കെ അവൻ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നോളും. ഈ ഇച്ചേച്ചി പറയുമോ വല്യമ്മച്ചി, ബിസ്ക്കറ്റ് മേടിക്കുന്ന കാര്യം ഞാൻ അച്ഛനോട് പറയുണ്ടെന്ന്.
ആമി കുറ്റപ്പെടുത്തലോടെ അദീനയ്ക്കെതിരെ കുഞ്ഞു വിരൽ നീട്ടി. അതൊക്കെ തീരുമാനിക്കുന്നത് നീയാണോടി? പാച്ചിയമ്മ നീരസത്തോടെ അദീനയുടെ നേർക്ക് തിരിഞ്ഞു. അച്ഛൻ ഒത്തിരി കടമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാ മുത്തശ്ശി, അദീന പറഞ്ഞു. അവന് കടമുണ്ടെന്ന് മനസ്സിലാക്കാനും അതൊക്കെ കണക്കാക്കി ചെലവ് ചുരുക്കാനുമൊക്കെ ഇവിടെ ഞാനുണ്ട്, പാച്ചിയമ്മ അല്പം ധാർഷ്ട്യത്തോടെ പറഞ്ഞു. ഓട്ടോറിക്ഷ വരണ്ട, സ്കൂളിലേക്ക് പിള്ളേരെയും കൊണ്ട് ബസ്സിൽ പോയിക്കോളാം എന്നൊക്കെ നീ ഇന്നലെ രമണനോട് പറഞ്ഞു. ഞാനന്നേരം അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നല്ലോ. എന്നോട് നീ ഒരു വാക്ക് ചോദിച്ചോ? ചോദിച്ചോടി. അദീന അമ്പരന്നു. അല്ല മുത്തശ്ശി, ഞാനത് മതിയടി പറഞ്ഞത്. പാച്ചിയമ്മ ഇടയിൽ കയറി. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നിനക്ക് പ്രാപ്തിയായോ? എന്നാൽ അതങ്ങ് പറഞ്ഞേക്ക്. ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ രേവതിയുടെ അടുത്തോട്ട് പോയിക്കോളാം. ആവതില്ലാത്ത കാലത്ത് ഇവിടെ കിടന്ന് എന്തിനാ രാവും പകലും പണി ചെയ്ത് കഷ്ടപ്പെടുന്നത്? അത് കൊള്ളാം. തള്ളിയില്ലാത്ത കുഞ്ഞുങ്ങളാണല്ലോ എന്ന് കരുതി ഇവിടെ നിന്നപ്പോൾ അവള്. അദീന ശരിക്കും ഭയന്നു. പാച്ചിയമ്മയുടെ താൻ പോരുമ വീണ്ടും തലപൊക്കുകയാണ്. ഇവിടെ ഇനിയെല്ലാം തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് എതിര് കാട്ടിയാൽ ഏതു സാഹചര്യത്തിലും പാച്ചിയമ്മ സ്ഥലം വിട്ടുകളയും. പിന്നെ താൻ എന്തു ചെയ്യും? അദീന താണു. മുത്തശ്ശി, ഇങ്ങനൊന്നും പറയല്ലേ. അന്ന് ആ ബ്ലേഡ് പുന്നൂസ് ഉണ്ടാക്കിയ ബഹളം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അന്നത്തെ കാര്യമൊക്കെ കഴിഞ്ഞു പോയില്ലേ. അയാൾക്ക് കുറേ പണവും കൊടുത്തു. ബാക്കി കൊടുക്കാനുള്ളതും നിന്റെ അച്ഛൻ കൊടുത്തോളും. നീ ഇത്തരം ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട കേട്ടോടി. ഇല്ല മുത്തശ്ശി, അദീന കൂടുതൽ താണുകൊടുത്തു. വല്യമ്മച്ചിയെ തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ. ഇനി ഞാൻ ഒരു കാര്യത്തിലും ഇടപെടില്ല. അഥവാ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ മുത്തശ്ശിയോട് ചോദിച്ചിട്ടേ ചെയ്യൂ, പോരെ? പാച്ചിയമ്മയ്ക്ക് തൃപ്തിയായി. അവർ ചിരിച്ചു. അദീനയ്ക്കും ആശ്വാസമായി. വീട്ടിലെ അത്യാവശ്യമുള്ള ചില ജോലികൾ തീർത്തിട്ട് അവൾ പഠിക്കാനിരുന്നു. അനിയത്തിമാരെയും കൂടെ ഇരുത്തി അവരെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിച്ചു. സംശയങ്ങൾ പറഞ്ഞുകൊടുത്തു. മുമ്പ് ഭാന് ചെയ്തിരുന്ന ജോലിയാണത്. സന്ധ്യയായതോടെ മൂവരും കുളിച്ചു. പാച്ചിയമ്മ നിലവിളക്ക് കൊളുത്തി. അദീനയും ആര്യയും ആമിയും പാച്ചിയമ്മയുടെ അടുത്തിരുന്നു. സന്ധ്യാനാമം ചൊല്ലി. അത്താഴം കഴിഞ്ഞ് പാച്ചിയമ്മ നൽകിയ സുരക്ഷിതത്വത്തിൽ കിടന്നുറങ്ങി. രമണൻ രാവിലെ വരുമ്പോൾ അദീനയും അനിയത്തിമാരും കുളിച്ച് യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഇന്നാടാ പൊന്നെ. അയാൾ കയ്യിൽ കൊണ്ടുവന്ന പൊതിക്കെട്ട് ആമിയുടെ കയ്യിൽ കൊടുത്തു. അച്ഛൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്നേ. ആമി ആ പൊതിയുമായി ഓടിച്ചെന്ന് നിന്നത് പാച്ചിയമ്മയുടെ അടുത്താണ്. വല്യമ്മച്ചി, ഇത് വെച്ചേക്ക്. സ്കൂളിൽ നിന്ന് ഞാൻ വരുമ്പോൾ തന്നാൽ മതി. പാച്ചിയമ്മയ്ക്ക് സന്തോഷമായി. അവർ അത് വാങ്ങി വെച്ചു. ഞാൻ ഇല്ലാതിരുന്നിട്ട് രാത്രിയിൽ നിങ്ങൾ പേടിച്ചോ? രമണൻ അദീനയോട് ചോദിച്ചു. എന്തിന്? മറുപടി പറഞ്ഞത് പാച്ചിയമ്മയാണ്. ഞാനിവിടെ ഉള്ളപ്പോൾ എന്തിനാടാ ഇവർ പേടിക്കുന്നത്? അത് ശരിയാച്ചാ, അദീന പാച്ചിയമ്മയെ പുകഴ്ത്തി. മുത്തശ്ശി കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയില്ലായിരുന്നു. പാച്ചിയമ്മയ്ക്ക് തൃപ്തിയായി. ഇന്ന് നീ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലമ്മേ, ഈ ഷെഡ്യൂളിൽ എനിക്ക് പകരം കട്ടപ്പന ഓട്ടത്തിന് ആളെ കിട്ടുന്നത് വരെ പോയേ പറ്റൂന്ന് കുഞ്ഞച്ചൻ സാറ് പറഞ്ഞു. രമണൻ നിരാശയോടെ പറഞ്ഞു. 5-6 ദിവസത്തിനുള്ളിൽ ശരിയാകുമമ്മേ. അത് മതി. അപ്പോഴാണ് മീൻവണ്ടി വരുന്ന ഓണടി കേട്ടത്. രമണ, മീൻ വാങ്ങണം, നീ കാശുതാ. ചില്ലറയില്ലമ്മേ. രമണൻ ഒരു 500 നോട്ടെടുത്ത് നീട്ടി. ഇത് മാറി വാങ്ങിച്ചോ. പണം വാങ്ങാൻ മകൻ്റെ അടുത്തെത്തിയ പാച്ചിയമ്മ മുഖം ചുളിച്ചു. നീ കള്ളു കുടിച്ചോടാ. അത് രമണൻ മക്കളെ പെട്ടെന്ന് നോക്കി. അദീനയുടെ മുഖം മങ്ങുന്നത് കണ്ടു. രാവിലെ പോരാൻ നേരത്ത് കുഞ്ഞച്ചൻ സാറ് തന്നതാ. ഒരു സ്മോളേ ഉള്ളമ്മേ, അയാൾ സങ്കോചത്തോടെ പറഞ്ഞു. അദീന മിണ്ടിയില്ല. ഇന്നൊരു സ്മോള്, നാളെ 2, മറ്റന്നാൾ 4. അങ്ങനെയാ കുടിയനാകുന്നത്. ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് പാച്ചിയമ്മ വഴിയിൽ നിൽക്കുന്ന മീൻവണ്ടിയുടെ അടുത്തേക്ക് പോയി. അച്ഛൻ അങ്ങനെ കുടിയനൊന്നും ആകത്തില്ല മോളെ, സമാധാനിപ്പിക്കാൻ എന്നോണം രമണൻ അദീനയോട് പറഞ്ഞു. അപ്പോഴേക്കും ഒരു വലിയ വറ്റിയുമായി പാച്ചിയമ്മ തിരിച്ചെത്തി. നോക്കട രമണ, നല്ല പെടയ്ക്കണ തരം മീൻ 2 കിലോയുണ്ട്. അല്ലമ്മേ, 2 കിലോയോ? എന്ത് വിലയായി? 450 രൂപ. 450ഓ? രമണൻ അന്തം വിട്ടു നിന്നു. 450 ആയാൽ എന്നാടാ? വായ്ക്ക് രുചിയായിട്ട് ഇത്തിരി ചോറുണ്ണാലോ. കുറച്ച് വറുക്കാം, കുറച്ച് കൂട്ടാൻ വയ്ക്കാം. പാച്ചിയമ്മ സന്തോഷത്തോടെ മീനുമായി വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. മകൻ്റെ കടം വീട്ടാൻ വേണ്ടി ചെലവ് ചുരുക്കാൻ തനിക്കറിയാമെന്ന് പറഞ്ഞ പാച്ചിയമ്മയാണ് 450 രൂപയുടെ മീൻ ഒറ്റയടിക്ക് വാങ്ങിയത്. അദീനയ്ക്ക് സങ്കടം വന്നു. പക്ഷേ അവൾ മിണ്ടിയില്ല. മിണ്ടിയാൽ മുത്തശ്ശി ആ മീനും വലിച്ചെറിഞ്ഞ് പിണങ്ങിപ്പോയാലോ?